Flowers presents A.R. Rahman Show at Cochin, 12th Saturday of this month from 6:30 p.m. For tickets, visit www.flowerstv.in, bookmyshow.com, insider.in, Paytm, and all major post offices. ചേച്ചി, സാറെന്താ വരാത്തെ? ഞാൻ വിളിച്ചു, കിട്ടുന്നില്ല. ചിലപ്പോ ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. കാശിന്റെ കാര്യത്തിനാവൂല്ലേ? സാറിനെ എന്താ ആരും സഹായിക്കാത്തത്? വേണ്ട വേണ്ട, നിങ്ങളുടെ കൂടെ ഇരുന്ന് ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യരുതെന്ന് സാറിന്റെ സ്ട്രിക്റ്റ് ഓർഡറാ. ചേച്ചി, ഈ ഒരു കാര്യം പറഞ്ഞാ നമ്മൾ വിഷമിക്കും. സാറ് വരുമ്പോ നമ്മുടെ മുഖത്തുനിന്ന് അത് വായിച്ചെടുക്കുകയും ചെയ്യും. തൽക്കാലം കണ്ണന്റെ കമ്പ്യൂട്ടർ ക്ലാസ്സും നിന്റെ പഠിപ്പും അത് മതി ചർച്ച. ആ ചേച്ചി, കണ്ണേട്ടന്റെ ഒരു കൂട്ടുകാരെ കുറിച്ച് ചേച്ചിയോട് പറഞ്ഞോ? ഒരു ഉമ്മച്ചിക്കുട്ടി. അതാരാടാ? ക്ലാസ്സിലുള്ള ചേച്ചി, ഒരു പാവം. ഇങ്ങോട്ടൊന്നും വേണ്ടിയതാ. ഞാനിങ്ങനെ വടി കുത്തി നടക്കണ കണ്ടിട്ട്. എന്താ പേര്? ഉമ്മുക്കൊലുസു. മാർക്കറ്റിന്റെ അപ്പുറത്താ വീട്. നല്ല രസം സംസാരം കേൾക്കാൻ. അത് കൊള്ളാലോ. എന്തായാലും നിനക്കൊരു കൂട്ടായല്ലോ. എത്ര? 100. അല്ല, കാറിവിടെ? അല്ലാതെ ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുത്തു. ഓ, ജമാൽക്കയുടെ അടുത്താണോ? ആ അതെ അതെ അതെ. അല്ല, എല്ലാരും കൂടെ എന്തായിരുന്നു ചർച്ച? പതിവ് പോലെ ഞാൻ തന്നെയാണോ ചർച്ചാ വിഷയം? ഏയ്, കണ്ണേടന്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയെ പറ്റിയാ. ഇന്ന് വന്നപ്പോ മുതലേ കണ്ണേടൻ അതിനെ കുറിച്ച് തന്നെയാ പറയണേ, ഉമ്മുക്കുൽസ്. ആഹാ. അത് പിന്നെ ഈ വീട്ടിൽ നിന്നല്ലാതെ വേറൊരാളെ കാണുന്നത് സംസാരിക്കുന്നതൊക്കെ ആദ്യമായിട്ടല്ലേ? അത് ന്യായം. അവളും ഒരുപാട് സങ്കടമുള്ള കുട്ടിയാ. അവളെ ഉമ്മച്ചിയൊക്കെ കളഞ്ഞിട്ട് ബാപ്പ വേറെ പെണ്ണ് കെട്ടി. അല്ല, അത്രയ്ക്കൊക്കെ പറഞ്ഞോ? പിന്നെ ഞാനും അതിശയിച്ചു പോയി. ഇത്രയും സങ്കടത്തിൽ നിന്ന് പോകുന്ന ഒരാൾക്ക് സന്തോഷമുള്ള ഒരാളെ കൂട്ടുകിട്ടിയില്ലല്ലോ എന്നതാണ് വിഷമം. ആ കനി, നീ ചെന്ന് ഭക്ഷണം എടുത്ത് വെക്ക്. സാറിന് ഒരു ടാക്സി വിളിക്കായിരുന്നില്ലേ? അതെന്തിനാ? എന്തോ സാർ ഓട്ടോറിക്ഷയിലൊക്കെ വരുമ്പോ സാറിന് അതൊട്ടും യോജിക്കുന്നില്ല. ദൈവശാപം പാതാളത്തിലേക്കാ. അത് അനുഭവിക്കേണ്ടിയുള്ളൂ. ആ, അമ്മായിയും ഗംഗയും വന്നിരുന്നു. അപ്പോ കാര്യമായ എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മായി അവളെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി വരുന്ന വഴിയാ. അമ്പാട്ടെ മരുമോൾക്ക് ഗ്ലാമർ വേണ്ടേ? അമ്മായി അതാ നോക്കുന്നത്. നടക്കട്ടെ. എന്തായാലും അമ്മായിയുടെ സ്നേഹത്തിൽ ഗംഗ സേഫാണല്ലോ. നമുക്കത് മതി. അവളും ഒട്ടിയൊട്ടി നിൽക്കുന്നുണ്ട് അമ്മായിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. 1-2 കുത്തുവാക്കുകള് എന്നോടും പറഞ്ഞു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവളുടെ സന്തോഷം അല്ലേ? എന്നാലും ഒരു ഇത്തിരി സങ്കടം ഉണ്ട് എനിക്ക്. ഇല്ല സർ, അമ്മായിയുടെ നിറമാറ്റം എനിക്ക് നന്നായി അറിയാം. അവളെ അമ്മായി പരീക്ഷിക്കാതിരുന്നാ മതി. താമാടോ, തൽക്കാലം വരാനിരിക്കുന്ന സങ്കടങ്ങളെ സങ്കല്പിച്ച് വേദനിക്കണ്ട. വാ. ഗിരിയേട്ടാ, കഴിക്കുന്നില്ലേ? എടുത്തു വെച്ചോ. ഗംഗേ, താനെന്താ അങ്ങനെ ഒരു മറുപടി പറഞ്ഞേ? എങ്ങനെ? ദേവൻ സാറിന് പണം കൊടുക്കുന്ന കാര്യത്തില് തന്റെ വീട്ടുകാരുമായി തനിക്ക് അത്ര അകൽച്ചയാണോ? എനിക്കാരോട് അകൽച്ചയൊന്നുമില്ല. തന്റെ പെരുമാറ്റത്തിൽ അത് തോന്നിയില്ല. തന്നോട് ഇരിക്കേ.
ഇരിക്കടോ. താനൊരു പക്ഷെ അമ്മ പറഞ്ഞാൽ ന്യായീകരിച്ചതാവാം. തനിക്ക് മറവിയുണ്ടായാലും എനിക്കതില്ല. അതെനിക്കറിയാം. ഗിരിയേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടല്ലാതെ ഞാൻ ആരോടും ഒരു തെറ്റായ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് വേദനിച്ച ഞാൻ പ്രതികരിക്കും. അതൊരാളുടെ ക്യാരക്ടറിന്റെ ഭാഗം. അമ്മയെ കണ്ടില്ലേ? അമ്മ തന്നെ വേദനിപ്പിക്കുന്നതിന്റെ പേരിൽ താൻ കരഞ്ഞിട്ടില്ലേ? പിന്നെ എപ്പോഴാടോ അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് തനിക്ക് തോന്നി തുടങ്ങിയത്? താൻ കണ്ട ഏറ്റവും വലിയ പണക്കാരനാരാ? ദേവൻ സാറല്ലേ? ഇപ്പോഴത്തെ അവസ്ഥയോ? പണത്തിന്റെ കാര്യം അത്രയേ ഉള്ളൂ. നാളെ നമുക്ക് ഈ അവസ്ഥ വരാം. താൻ അവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കേ. ഒരുപാടൊന്നും ആയില്ല താൻ അവരുടെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്. ഞാൻ വെറുതെ ഇങ്ങ് പോകുന്നതല്ലോ, പകരക്കാരിയല്ലേ. ഗിരിയേട്ടന്റെ സ്റ്റാൻഡേർഡ് ഞാൻ ചേരില്ലെന്ന് എല്ലാരോടും ഞാൻ പറഞ്ഞതാ. അതല്ല നമ്മുടെ ചർച്ച. തന്റെ ഒരു യോഗ്യത അളക്കേണ്ട ആവശ്യം എനിക്കില്ല. തന്നെ സ്വീകരിച്ച നിമിഷം താൻ എനിക്ക് തുല്യൊന്ന് മനസ്സുകൊണ്ട് ഞാൻ അംഗീകരിച്ചതാ. കള്ളം. ഓരോ വാക്കിലും ഗിരിയേട്ടൻ എന്റെ യോഗ്യത തന്നെയാളെന്നത്. എനിക്കിനി അത് തിരുത്തിത്തരാൻ പറ്റില്ല. എന്റെ വാക്കിനോ തീരുമാനത്തിനോ എന്തെങ്കിലും മാറ്റം വന്നാ അതിന്റെ കാരണം കൃത്യമായി ഗിരിയേട്ടൻ അറിയാം. അറിയില്ലാന്ന് നടിക്കുക. ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഞാൻ കരുതി ഉറങ്ങിക്കാണോന്ന്. ഏയ്, വെറുതെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ കിടന്നുപോയി. ഉം. എന്താ ഇത്? നോക്ക്. ഇതെന്തിനാ എന്നെ കാണിക്കുന്നത്? അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. ഇനി മുതൽ കാണണം. ആകെയുള്ളതെന്ന് പറഞ്ഞ് എന്നെ ഒരു മൂലധനം ഏൽപ്പിച്ചിട്ടല്ലേ, അത് ഞാനെടുത്ത് ചെലവാക്കുമ്പോ നിർബന്ധമായും കണക്ക് നോക്കിയിരിക്കണം. തന്നെ സംശയിച്ചിട്ടോ? എന്നെ കുറച്ച് സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല. പോടോ, ഇതൊന്നും നമുക്കിടയിൽ വേണ്ട. വേണം, നിർബന്ധമായും വേണം. ഇത് നമുക്കിടയിൽ മാത്രമല്ല, എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. ശരി, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ? സാർ ഇതിടയ്ക്ക് നോക്കണം. സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. താൻ എന്നെ കുഴപ്പിച്ച് അടങ്ങുമല്ലേ? എന്റെ ഒരു സമാധാനത്തിനാണെന്ന് കരുതിയാ മതി. കുടുംബജീവിതം പഠിക്കുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാ. പിന്നെ മാർക്കറ്റിൽ പോകുമ്പോഴാ ഓരോ സാധനവും വില പേശി വാങ്ങണം. അതിനെപ്പോഴാ പോണ്ടേ? അതിനൊന്നും ഞാൻ സാറിന് കൂട്ടില്ല. ഞാൻ പോയിക്കോളാം. അതിപ്പോ ഞാൻ വന്നാലെന്താ? വേണ്ട, സാർ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വരണ്ട. ശരി, ഈ കണക്ക് എനിക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോ നമുക്ക് കിടക്കാമല്ലോ. ബോധ്യപ്പെട്ടെങ്കിൽ ഓക്കെ. ആ, ഇനി ഒരു മാസത്തെ മൊത്തം കണക്കും കൂട്ടണം. അപ്പോഴേ ശരിയായ വരവും ചെലവും മനസ്സിലാവും. അപ്പൊ കുടുംബജീവിതം എന്ന് പറഞ്ഞാ മൊത്തം കിടക്കാണല്ലേ? ഇതൊരു സുഖമുള്ള കണക്ക് പറച്ചിലല്ലേ? എന്തായാലും ഞാൻ സാറേ എന്നല്ലേ വിളിക്കുന്നേ. കണക്ക് ചെയ്തു കഴിഞ്ഞ് സാറിനെ കാണിക്കാണെന്ന് കരുതിയാ മതി. ആ, ജമാലിക്ക് ഒന്ന് വിളിക്കണം. രാവിലെ തന്നെ വണ്ടി തരാൻ പറയണം. അതയാള് കൊണ്ടുവന്നോളൂ. താൻ ഇനിയിപ്പോ രാത്രിയിലൊന്നും വിളിക്കാൻ നിൽക്കണ്ട, വെറുതെ ബുദ്ധിമുട്ട്. അല്ല, എനിക്ക് എടോ, 1-2 ദിവസം ഞാനൊരു ഓട്ടോറിക്ഷയിലോ നടന്നു എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. താൻ കിടക്ക്, ലൈറ്റ് ഓഫ് ചെയ്യും. അയ്യോ, അതില് കണ്ണന്റെ ഫീസ് കൊടുത്തത് എഴുതാൻ മറന്നു. മിണ്ടാതെ കിടക്കുന്നുണ്ടോ അവിടെ? ഒരു കുടുംബ ജീവിതത്തിലും ലൈറ്റ് ഓഫ് ചെയ്താ പിന്നെ കണക്ക് പറയരുത്. ആണോ?
കേട്ടോ. ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു ഭീമ ജുവൽസ് പ്രസൻസ് AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രമുഖ പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. കൂടാതെ ലുലു മാൾ കൊച്ചി, ഓബ്രോൺ മാൾ കൊച്ചി, ശ്രീഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ്, മൊബൈൽ കിങ് പാലാരിവട്ടം, BTH MG റോഡ്, വണ്ടർല കൊച്ചി, ഫ്ലവേഴ്സ് ഓഫീസ് കടവന്ത്രയിലും ലഭ്യമാണ്. ടിക്കറ്റുകൾ 250 രൂപ മുതൽ. ഏവർക്കും സ്വാഗതം. പുറത്ത് ആരോ ഉണ്ട്. ആരാണത്? വെക്കടാ അവിടെ. വെക്കാൻ. ഡേയ്, വെക്കാനാ പറഞ്ഞത് എന്നോട്? സാർ അങ്ങോട്ട് പോണ്ട. സാർ അങ്ങോട്ട് പോണ്ട. എന്താ ചേച്ചി? അത് ആരോ നമ്മുടെ വീടിന്റെ പുറകിലുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടപ്പോ ഓടി. ഓടിവനെ പിടിക്കണമായിരുന്നു. താൻ തടഞ്ഞിട്ടില്ലേ? വേണ്ട, സാറിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി വന്നതാണെങ്കിലോ. എന്നെ ആരെന്ത് ചെയ്യാനാടോ? അതിനിപ്പോ എന്റെ എന്നാ ഉള്ളേ? അതൊന്നും പറയണ്ട, എല്ലാവരും ദുഷ്ടന്മാരാ. ഇനി ശബ്ദം കേട്ടാ പുറത്തിറങ്ങണ്ട ചേച്ചി. അപ്പോ എന്നെ ആക്രമിക്കാൻ ആരോ വന്നതാണെന്ന് നിങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചു അല്ലേ? പിന്നെ ഞങ്ങൾ തെരഞ്ഞ ആര് വരാനാ? ഇനി എഡ്വിന്റെ ആളായിരിക്കോ, അതോ ജയന്തേട്ടൻ പറഞ്ഞുവിട്ട? അല്ല, എന്താ തന്റെ ഉദ്ദേശം? എന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് വിശ്വസിക്കണം, അതാലോചിച്ച് പേടിച്ചില്ലാതാകണം, അതാണോ? വന്നയാള് പോയി. തൽക്കാലം നമുക്കൊരു കാര്യം ചെയ്യാം. ഏതോ ഒരാള് വഴിതെറ്റി വന്നു എന്ന് നമുക്ക് കരുതാം. എന്നിട്ട് സുഖമായിട്ട് കിടന്നു ഉറങ്ങാം. മക്കള് പോയി കിടന്നുറങ്ങാം. ചെല്ലേ. സാറേ, ഇത് നിസ്സാരായിട്ട് കാണരുത്. ആര് പറഞ്ഞു നിസ്സാരമായിട്ട് കണ്ടുവന്ന്? മക്കള് പേടിക്കണ്ട, കിടന്നോട്ടെ. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇനി എന്തോ ബാക്കിയുണ്ട് അവർക്ക്. സാർ, ആളെ മുട്ടിയാൽ കടിക്കേണ്ടി വരും, കടിച്ചു കൊല്ലേണ്ടി വരും. വാ. അമ്മാവാ, അമ്മാവാ, അമ്മാവൻ എന്നോട് പിണക്കാണോ? എന്തിന്? ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞതിന്. അതിന് നീ പറഞ്ഞ തെറ്റാണോ? അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആരെന്ത് സംസാരിച്ചാലും നിനക്ക് വിഷമം തോന്നേണ്ട കാര്യമില്ലല്ലോ. ഓ, പിന്നെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും കണക്കൂട്ടലുകളും അതിൽ ശരിയെന്ന് തോന്നുന്നു മാത്രം എടുക്കുക. ഞാൻ എന്ത് സംസാരിച്ചാലും അതൊക്കെ തെറ്റാവുക. അത് മോളുടെ തോന്നൽ മാത്രമാ. നിങ്ങൾ താമസിച്ചിരുന്ന വീട് റേഷ് ചെയ്ത് കിട്ടാൻ വേണ്ടി കതിരേശൻ പലതവണ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടുണ്ട്. അന്ന് അമ്മായി നിഷേധിക്കുമ്പോ നിങ്ങൾ സങ്കടപ്പെട്ടില്ലായിരുന്നോ? ഇപ്പോ കതിരേശന്റെ സ്ഥാനം ദേവനാ. ദേവന്റെ വിഷമം ഞാൻ ഇങ്ങനെയും കാണുന്നത് ആ കണ്ണില്ല. അല്ല, ഇതൊക്കെ മോൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മാവ് സത്യം പറയോ? എന്താ?
ഗിരിയേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതില് അമ്മായിക്ക് എപ്പോഴെങ്കിലും സമ്മതമായിരുന്നോ? അമ്മായിയുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം എനിക്ക് അതിശയായിരുന്നു. എന്നെ അമ്മായി ചേർത്ത് പിടിക്കുമ്പോഴും ഞാൻ പേടിയോടെയാ നിന്നിരുന്നത്. പണത്തിന്റെ കാര്യം ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. അമ്മായി എതിർക്കുന്ന ഒരു കാര്യവും ചെയ്യരുതെന്ന് അതിനു മുമ്പ് തീരുമാനിച്ചതാ. മോളെ, വേറൊരു വീട്ടിലേക്ക് എന്നെ വിവാഹം കഴിച്ചയച്ചതെങ്കിൽ അമ്മാവൻ എന്താ എന്നെ ഉപദേശിക്കുക? ആരുമായിട്ടും വഴക്കിന് പോവരുത്, പ്രത്യേകിച്ച് അമ്മായിയമ്മയോട് ബഹുമാനത്തോടെ പെരുമാറണം എന്നൊക്കെയല്ലേ? ഞാനും അതല്ലേ ചെയ്യുന്നേ. എനിക്കറിയാം, ഈ വീട്ടിൽ അമ്മാവന്റെ വാക്കിനേക്കാളും വില അമ്മായിയുടെ വാക്കിനാ. ഞാൻ ഇവിടുന്ന് പോകണമെന്ന് അമ്മായി വിചാരിച്ച അത് നടത്താനുള്ള മാർഗവും അമ്മായിക്കറിയാം. എനിക്ക് ഈ ജന്മം മുഴുവൻ ഗിരിയേട്ടന്റെ ഭാര്യയായി തന്നെ ജീവിക്കണം. അതിനാ പലതും ഞാൻ കണ്ടില്ലെന്ന് വെക്കുന്നത്. അത് കാരണം തന്നെയാ ചില വിഷയങ്ങളിൽ ഞാൻ പൊട്ടിത്തെറിച്ചു പോകുന്നത്. ഞാൻ അമ്മായിയെ നിഷേധിക്കണോ? അമ്മാവൻ പറയൂ. അല്ല, മോള് ചോദിച്ചതിലൊക്കെ കാര്യമുണ്ട്. നിലനിൽപ്പ് തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം. പക്ഷേ ഒരു ചോദ്യം നമ്മൾ മനസ്സിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം. ഞാൻ മാത്രം നിലനിന്നാ മതിയോന്ന്. ജീവിതം എല്ലാവർക്കും അവരവരുടേതാ. പക്ഷെ അത് പൂർണ്ണമാകുന്നത് ചുറ്റുള്ളവരിൽ കൂടിയാ. മോളെ കുറിച്ച് നല്ലത് പറഞ്ഞു കേൾക്കാൻ അമ്മാവന് ഇഷ്ടം. കതിരേശന്റെ മക്കളെന്ന് പറയുന്നത് അമ്മാവന്റെ മനസ്സിലൊരു വിലയുണ്ട്. അതുണ്ടായാൽ മതി. മോള് ചെല്ല. മൊഴി, അതെ, ഞാൻ കുറച്ച് വൈകും. എനിക്ക് ആ സിറ്റി സിൽക്കിലെ പൗത്രനെ ഒന്ന് കാണണം. എന്തിനാ? ഏയ് ഒന്നുമില്ല, എൻ്റെ ഒരു സുഹൃത്താ. പലപ്പോഴും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ആ അത് മതി ഇപ്പൊ ശത്രുവാകാൻ. എന്നാലും ഒന്ന് പോയി നോക്കാം. വർക്ക്ഷോപ്പിൽ പോയി കാർ എടുക്കുന്നില്ലേ? എടുക്കാം. സാറ് സൂക്ഷിക്കണം. എനിക്ക് ഇന്നലത്തെ പേടി വിട്ടുമാറിയിട്ടില്ല. ആ എനിക്ക് തോന്നി. സത്യത്തിൽ ഇപ്പോഴവിടോ നമുക്ക് പേടി വേണ്ടാത്ത. ശൂന്യമായ കൈ കൊള്ളടിക്കാൻ ആര് വരാനോടൂ? പിന്നെ നമ്മളെ കൊല്ലാനോ? ആ റിസ്ക് ഒന്നും ഇപ്പൊ ആരും എടുക്കില്ല. ഒന്നുമില്ലാത്ത പകയുടെ പേരിലല്ലേ മായയും എഡ്മിനും വന്നത്. ശത്രുക്കൾക്ക് മരണം വരെ പകയൊഴിയില്ല. താനത് വീട്. എടോ, ജീവിതത്തിലെ ഭൂരിഭാഗവും പേടിയില്ലാതെ ജീവിച്ചവനാ ഞാൻ. ഇപ്പൊ തല താട്ടിക്കൂടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിട്ട് വരാം. സാറേ, അല്ല കണ്ണൻ എന്നാ ഇത്ര നേരത്തെ? ഇവന് നേരം വെളുത്തപ്പോ മുതൽ സമയം നീങ്ങുന്നില്ലെന്ന് പരാതിയാ. വെറുതെ നടക്കാനാ സാറേ. കുറച്ചു നേരം ബസ് സ്റ്റോപ്പിൽ നിൽക്കും, ആളുകളുടെ സംസാരം കേൾക്കും. അമ്പലത്തിന്റെ അടുത്ത് നിന്നാ പിള്ളേർ കളിക്കുന്നേം കാണാം. അല്ല, കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പോയാൽ അത് പഠിക്കുവോ അതോ വലിയ സാഹിത്യകാരനാവോ? കമ്പ്യൂട്ടർ ഞാൻ പെട്ടെന്ന് പഠിക്കും. എനിക്ക് എത്രയും പെട്ടെന്നൊരു ജോലി വേണം. തിരക്ക് പിടിക്കാതെടാ, നീ അങ്ങ് ചെന്നിട്ടല്ലേ ഉള്ളൂ. ചേച്ചി നോക്കൂ, എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട്. എന്നാ കേക്കട്ടെ. ഞാൻ സാറിനോട് മാത്രം പറയാം. ചേച്ചി കിട്ടാ കളിയാക്കും. അയ്യോടാ, എന്നാ നീ ഇനി എല്ലാം സാറിനോട് തന്നെ പറഞ്ഞാ മതി, എന്റെ അടുത്ത് വരണ്ട. അതുകൊണ്ടൊന്നുമല്ല, ബിസിനസിന്റെ കാര്യങ്ങള് സാറിനല്ലേ മനസ്സിലാവും. ഓ അങ്ങനെ. എന്ത് ബിസിനസ്സാ? അതൊക്കെ ഉണ്ട്. ഞാൻ എന്തോരം വേണമെങ്കിലും പണിയെടുക്കും. എന്നിട്ട് സാറിനെ സഹായിക്കണം. എന്നെ നടത്തിയ ആളല്ലേ. കണ്ണാ, ആ ഒരു കടവൊന്നും മനസ്സിൽ സൂക്ഷിക്കണ്ട. നന്നായി പഠിച്ച് മോൻ നന്നാവണം. അതാ മോൻ ചെയ്യേണ്ടത്. പിന്നെ എന്റെ കാര്യം ഇറങ്ങിയതിലും വേഗത്തില് നമ്മൾ ഉയരത്തിലേക്ക് എത്തില്ലേ? കുറെ നാള് ശ്വാസം മുട്ടി ഓടി നടന്നപ്പോ ഒരു റെസ്റ്റ് തരണമെന്നൊക്കെ ദൈവത്തിന് തോന്നി കാണും. അത് നന്നായി ഉപയോഗിച്ചാൽ അടുത്ത ചൂട് പിഴയ്ക്കാതെ നമുക്ക് വെക്കാം. ഇപ്പോ ബിസിനസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇറങ്ങാം. വഴി ഞങ്ങൾ ഇറങ്ങട്ടെ.
സാർ എപ്പോഴെങ്കിലും ഇത്ര ദൂരം നടന്നിട്ടുണ്ടോ? നടത്തമല്ല, ഓടിയിട്ടുണ്ട്. കണ്ണന്റെ പ്രായത്തിലൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. കൂടെയൊന്നും ആരുമില്ല. അന്ന് കിതപ്പില്ല, ക്ഷീണമില്ല, ഓടിക്കൊണ്ടേയിരിക്കും. നല്ല വിഷമം തോന്നിക്കണില്ലേ അപ്പം? ആ, ഇടയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചാലായി. ഓ, ഉത്തരവില്ലാത്ത കാര്യങ്ങൾ എന്തിനാ കൂടുതൽ ചിന്തിക്കുന്നേ? ഇപ്പോഴാ ചുറ്റും ആളുകളുള്ളതിന്റെ സുഖം. നിങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക്. ഞങ്ങൾക്കാർക്കും സാറിനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഉണ്ടല്ലോ, നിങ്ങൾ എനിക്ക് സന്തോഷം തരുന്നില്ലേ? എനിക്കൊരു വിഷമം വരുമ്പോ കൂടെ നിൽക്കുന്നില്ലേ? അതിലും വലിയ സഹായം എന്താ? പിന്നെ കണ്ണൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക സഹായമാണ്. സമ്പത്തൊക്കെ ആർക്കും എപ്പോഴും ഉണ്ടാക്കാം, സന്തോഷം അങ്ങനെയല്ലല്ലോ. സാറിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്കൊരു ഗമയൊക്കെ തോന്നുന്നുണ്ട്. അതെന്താടോ? ചുമ്മാ ഏട്ടൻ്റെ കൂടെ നടന്നിരുന്ന പോലെ തോന്നുന്നു എനിക്ക്. കണ്ണാ, കണ്ണാ, എൻ്റെ ക്ലാസ്സിലുള്ളതാ. പേരെന്താ മോളെ? ഉമ്മ കുൽസു. ഇതാണ് ദേവൻ സാർ. ആഹാ, കണ്ണൻ എപ്പോഴും സാറിന്റെ കാര്യം പറയുന്നത്. വലിയ ഇഷ്ട സാറിന്. സാറ് മലേഷ്യയിലെ കിങ് മേക്കർ ആയിരുന്നോ? ഫ്ലവേഴ്സ് അവതരിപ്പിക്കുന്നു AR റഹ്മാൻ ഷോ കൊച്ചിയിൽ ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and Paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം.